നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് ഇതിന് മുന്നേ വിരിഞ്ഞു നിൽക്കുന്ന മുല്ലപ്പൂ ചെയ്തിട്ടില്ലേ? ഇത്തവണ ഈ മുല്ലമുട്ട് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന മാതിരി 3ആയിട്ട് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കറക്റ്റ് അല്ലേ എന്നൊന്ന് നോക്കിയതിന് ശേഷം ഞാനിവിടെ പെയിൻറ്റിൻ്റെ ബോട്ടിലാണ് എടുക്കുന്നത്. ഈ ആക്രിലിക് പെയിൻ്റൊക്കെ വാങ്ങില്ലേ, അതിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ജസ്റ്റ് പെന്ന് വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ ഇതുമാതിരി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ മൊത്തം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 6 പീസാണ് കേട്ടോ കിട്ടുക ടിഷ്യൂ പേപ്പറിൻ്റെ. അപ്പോൾ അതിൽ രണ്ട് പീസ് വെച്ചിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തു. ഇനി നമുക്ക് ആ ഒരു സർക്കിൾ ഒന്ന് ഹാഫാക്കി മടക്കി വീണ്ടും ഒന്ന് ഹാഫാക്കി മടക്കണം. എന്നിട്ട് ഈ കോൺ മാതിരി ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇതുമാതിരി കോണാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസ് ടിഷ്യൂ പേപ്പർ വേണം. ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ആ ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തെടുക്കണം. കവർ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ താഴോട്ട് വേണം കേട്ടോ നമ്മൾ പിടിച്ചു കൊടുക്കുക, നമ്മൾ പിരിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇതുമാതിരി താഴോട്ടേക്കാണ് ആ ഫോൾഡൊക്കെ വരേണ്ടത്, സൈഡിലേക്ക് പോകരുത്. അപ്പോൾ ഇതുമാതിരി നമ്മൾ എല്ലാ പൂവും കവർ ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ 2 തവണ കേട്ടോ കവർ ചെയ്തെടുക്കുന്നത്. 2 പീസ് പേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്യണേ. അപ്പോൾ കവർ ചെയ്തെടുത്തപ്പോൾ നമുക്ക് മുല്ലപ്പൂ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ പൂവൊക്കെ ഉണ്ടാക്കുമ്പോൾ വാങ്ങാൻ കിട്ടുന്ന ടേപ്പാണിത്. ഗ്രീൻ ടേപ്പ് എന്നാണ് പറയുക, ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ആ ടേപ്പിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ ആ തണ്ടിനൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇത് അത്യാവശ്യം ഒട്ടണ ഇത് തന്നെയാണ് കേട്ടോ, ടേപ്പ് തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് ഒട്ടൽ കുറവാണ് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇത്തിരി ഫെവിക്കോളോ എന്തെങ്കിലും ഒന്ന് തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഈ മുല്ലപ്പൂ ഇങ്ങനെ കോർത്തെടുത്താലോ? അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം സൂചി നൂലും വെച്ചിട്ടൊന്ന് കോർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കോർത്തെടുക്കുകയാണ് ഓരോന്നായിട്ട്. ഇനി നമുക്കൊന്ന് കെട്ടിയും കൂടെ കൊടുക്കാം കേട്ടോ. അതിനായിട്ട് 2 പൂവ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ഇതുമാതിരി കെട്ടിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അല്ലാതെ കെട്ടാൻ അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ കെട്ടാട്ടോ. എനിക്ക് അത് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കെട്ടുന്നത്. അപ്പോൾ നമ്മളെല്ലാ പൂക്കളും കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ തലയിൽ വെച്ചിട്ടുള്ളൊരു ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.